പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തെച്ചിക്കോട്ട സാരി പുൾക്കാരി വർക്കിൽ വന്നിരിക്കുന്നത് കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കുമാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിനും ബ്ലൗസും ഉണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും അതേ എംബ്രോയ്ഡറി വർക്ക് തന്നെ വന്നിട്ടുണ്ട്. ഈ തെച്ചിക്കോട്ട നമുക്ക് വാഷ് ചെയ്യാം, പെട്ടെന്ന് വെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അയണിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യമില്ല, റഫ് യൂസ് ചെയ്യുന്നതിനും യാതൊരു പ്രോബ്ലംസും ഇല്ല. പക്ഷേ ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ഒന്ന് കാണാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റേത് ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരിക. പല്ലുവിൽ ഇതുണ്ടോ, ഈ ഡിസൈൻ ഫുള്ളായിട്ടും വന്നിട്ടുണ്ട്. ഇതിൻ്റെ പല ഡിസൈൻസാണ് വരുന്നത്. ഇതിലൊരു കട്ട് വർക്കുണ്ട്, അതുപോലെ ആ എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ഓരോന്നായിട്ട്, ഒരു സാരി ഫുള്ളായിട്ടും ഈ പുൾക്കാരി വർക്ക് വന്നിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കാണാം. ലാവൻഡർ ഷെയ്ഡിൽ ഒരു ഗ്രീൻ കോമ്പിനേഷനും കൂടി ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഞാൻ ഈ സാരി 1 ലെയർ ആയിട്ടാട്ടോ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഫുള്ളായിട്ടും പുൾക്കാരി വർക്ക് വന്നിട്ടുണ്ട്. പ്ലേറ്റിൻ്റെ ഈ ഭാഗം വരെ ഇവിടെ ഈ ഡിസൈൻ വരുന്നുള്ളൂ. ഈ സൈഡിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2560 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെ ബോഡി പ്ലേറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് ബോർഡർ വരുന്നു. പിന്നെ ഫുള്ളായിട്ടും ഈ വർക്ക് ഇങ്ങനെയാണിത് ഫുള്ള് വരിക. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ചിലതിൻ്റെ ബ്ലൗസുകൾ പ്ലെയിനും ചിലതിൻ്റേത് ഈ പുൾക്കാരി വർക്കുമാണ് വന്നിരിക്കുന്നത്. ഇത് ലാവൻഡറിൻ്റെ ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇതിൽ വന്നേക്കുന്ന കട്ട് വർക്കും ആ എംബ്രോയ്ഡറി വർക്കും ഇങ്ങനെയാട്ടോ. ഇങ്ങനെ പല്ലുവിൽ വരുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലും വന്നത്. ബോഡി പാർട്ടെല്ലാം സെയിം തന്നെ. ഇങ്ങനെ പ്ലേറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും ഇങ്ങനെ തന്നെ വരുന്നു. വേറെ മാറ്റങ്ങളൊന്നുമില്ല. റേറ്റ് വരുന്നത് 2560 ഇത് വരുന്നത്. അപ്പോൾ ഇനി ഞാൻ വിടർത്തുന്നില്ല. ഇത് കളറുകൾ മാത്രം. ഡിസൈൻ ഇതാണ് ഇതിൻ്റെ തന്നെ കട്ട് വർക്ക്. ഒരു സ്ക്വയർ പാറ്റേണിൽ കട്ട് വർക്ക് വന്നിട്ട് ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക്. ബാക്കി മോഡലുകളെല്ലാം സെയിം. ഈ ഡിസൈൻ മാത്രം മാറ്റമുള്ളൂ. സെയിം മറ്റൊരു ഡിസൈനല്ല, ഇതും സെയിമാണ്. പക്ഷേ ഈ കളറിൽ സ്വല്പം മാറ്റമുണ്ട്. ഈ ലാവൻഡർ ഷെയ്ഡിൽ സ്വല്പം മാറ്റങ്ങളുണ്ടല്ലോ, അതാണ് ഇതിൽ വന്നിട്ടുള്ളൂ. ഇത് മറ്റൊരു ഡിസൈൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഒരു പിങ്ക് ഷെയ്ഡ്, ഒരു ഹാർട്ട് ഷേപ്പിലാണ് ഇതിലുള്ള വർക്കുകൾ വരുന്നത്. ഡിസൈൻ സെയിമാ, കളറിൽ മാത്രം സ്വല്പം ഡിഫറൻസ്. ഒരു നേവി ബ്ലൂ എംബ്രോയ്ഡറി വർക്കും വൈറ്റും കൂടെ വന്നൊരു എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. അതിൽ കട്ട് വർക്ക് സെയിം ഡിസൈൻ തന്നെ, കളറിൽ മാറ്റമുണ്ട്. നല്ലൊരു പിങ്ക് ഷെയ്ഡായിട്ട്, പിങ്ക് പീച്ച് ഷെയ്ഡായിട്ടാണ് വരുന്നത്. ഇത് കളർ കോമ്പിനേഷൻ ഒരു നേവി ബ്ലൂ ഫ്ലവറൊക്കെ ആയിട്ട് വരുന്നു. ഇതാണ് ഇതിൻ്റെ കട്ട് വർക്കും ആ എംബ്രോയ്ഡറി വർക്കും. എല്ലാം നല്ല കളറുകളാണ്. ഇതാണ് മറ്റൊരു ഷെയ്ഡ്. പിന്നെ ഈ കളറിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കോളിൽ ചോദിക്കണം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, കാരണം സംശയത്തോടെ നമ്മളിതൊരിക്കലും പർച്ചേസ് ചെയ്തത് കളർ ഏതാണെന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഒരു ഷെയ്ഡ് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ ഷെയ്ഡുകളൊക്കെ സ്വല്പം ഡിഫറൻസ്. ഇതിലൊരു ഗ്രീൻ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇതിനേക്കാളൊരു സ്വല്പം ഡാർക്ക് ഷെയ്ഡിലുള്ള കട്ട് വർക്ക്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. ഗ്രീൻ ഷെയ്ഡിലാവന്നെ എല്ലാം ഡിസൈൻ ഇതിൻ്റെ സെയിം തന്നെ. ഒരു ഒണിയൻ പിങ്കിലൊരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ഒരു വൈറ്റും കൂടെ വന്നേക്കണം, അതിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നു. ഇതും ഒലിവ് ഗ്രീനിൽ തന്നെ വന്നിരിക്കുന്നു.
ഒരു സ്ക്വയർ പാറ്റേണിലുള്ള കട്ട് വർക്ക് വന്നിരിക്കുന്നു. അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു എംബ്രോയ്ഡറി വർക്ക്. ഇത് ഫുള്ളായിട്ടും ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നു. അതുപോലെ ഒരെണ്ണം വിടർത്തി കാണിച്ചിരിക്കുന്നു. അതുപോലെ ഫുള്ള് വരുന്നുണ്ട് ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും. ഒരു ലൈറ്റ് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാവുന്നെ, ഒരു പർപ്പിള്, അതുപോലെ കട്ട് വർക്ക് ഫുള്ളായിട്ടും വരും. ഒരു നേവി ബ്ലൂവും പീച്ചും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതും പീച്ചിൽ ഒരു ഡാർക്കായിട്ടൊരു കട്ട് വർക്ക് വന്നു. അതിൽ ഒരു ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്കും. മസ്റ്റാർഡല്ലോ ഡാർക്കായിട്ടൊരു കട്ട് വർക്ക്, അതിൽ ഫ്ലവേഴ്സ് ഞാൻ വിടർത്തി കാണിച്ചിരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഫുള്ളായിട്ടും ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമ്മുടെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗം വരെ, പിന്നെ ബ്ലൗസ് പീസിൽ സ്ലീവിൻ്റെ എൻഡിലും അത്രയും ഈ ഡിസൈനുകൾ വരുന്നുമുണ്ട്. ഒരു പിസ്ത ഗ്രീൻ പീച്ച് കോമ്പിനേഷൻ എന്ന് പറയാം കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. നല്ലൊരു പീച്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു പിങ്ക് എന്നും പറയാൻ പറ്റില്ലാത്ത ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ലൊരു കളറാണ്. അതിൽ ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇത് ഫുള്ള് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വന്നെ. പക്ഷേ സ്ലീവിൻ്റെ എൻഡിൽ ഇതിൽ വർക്ക് വരുന്നില്ല കേട്ടോ. സ്ലീവിൻ്റെ എൻഡിൽ എല്ലാത്തിൻ്റെയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ വർക്കില്ല. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. നീ കളേഴ്സിൽ ഡിഫറൻറ്റ് കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും. ഇതൊരു സ്ക്വയർ പാറ്റേണിൽ, മറ്റേതിലും നമ്മൾ മറ്റേ കളറിലൊക്കെ നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു സ്ക്വയർ പാറ്റേൺ വന്നു. സെൻറ്ററിലായിട്ടൊരു എംബ്രോയ്ഡറി വർക്കും. മറ്റൊരു ഡിസൈൻ, ഒരു എന്താ നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിലൊരു ടീൽ ബ്ലൂ എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ളായിട്ടും വരുന്നത്. ഇത് ലാവണ്ടർ ഷെയ്ഡ്, നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിൽ അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ആ ഒരു ചെക്ക് പാറ്റേണിൽ കട്ട് വർക്ക്, സെൻറ്ററിലായിട്ടൊരു എംബ്രോയ്ഡറി വർക്ക്. ആ എംബ്രോയ്ഡറി വർക്ക് ഒരു ബോട്ടിൽ ഗ്രീൻ അങ്ങനെ ഒരു ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇത് ഫുള്ള് വരിക. വിത്ത് ബ്ലൗസ് പുൾക്കാരി തന്നെയാണ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ഇതിൽ ഇതിൻ്റെ വർക്കുണ്ട്. ചിലതിൻ്റെ ഇതിൽ വരുന്നില്ല. ഇതിൻ്റെ കൈക്ക് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ കളറിൽ തന്നെ മറ്റൊരു ഡിസൈനിൽ സ്വല്പം ഡിഫറൻസ് ഉണ്ട്. എല്ലാ ഡിസൈനുകളും ഡിഫറെൻറ്റ് ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. കട്ട് വർക്ക്, എംബ്രോയ്ഡറി വർക്ക്, പിന്നെ അതിന് കോമ്പിനേഷനായിട്ടുള്ള കളറിൽ തന്നെയുള്ള എംബ്രോയ്ഡറി ഡിസൈൻ. ഇത് മറ്റൊരു ഡിസൈൻ. എല്ലാം ഡിഫറെൻ്റ് ആട്ടോ. എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും എല്ലാം ഡിഫറെൻ്റ്. ഇത്രയും പേസ്റ്റൽ കളേഴ്സിൻ്റെ അകത്തേക്കൊരു റെഡ്, ക്രിസ്മസൊക്കെ അല്ലേ വന്നെ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ റെഡ് ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പം നല്ലൊരു, ബാക്കിയെല്ലാം പേസ്റ്റൽ കളേഴ്സാണ്. ഈ ഒരു റെഡ് ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കും വരുന്നത്. റേറ്റ് എല്ലാം സെയിം 2560. പിസ്ത ഗ്രീൻ ഈ ഡിസൈനാണ്, ഈ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. നല്ലൊരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഇങ്ങനെ വരുന്നു. രണ്ട് സൈഡിലും ഈ ബോർഡർ വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരിക. ബ്ലൗസ് പീസിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിൽ ഇതിൻ്റെ വരുന്നില്ല കേട്ടോ, ഇല്ല. സ്ലീവിൻ്റെ എൻഡിൽ ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ ഇതിൽ വരുന്നില്ല. ബാക്കിയെല്ലാം സെയിം. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്.
ബോർഡറും വരുന്നുണ്ട്. ഇത് തന്നെ മെറ്റീരിയലെല്ലാം സെയിം, ഡിസൈനും സെയിം, പക്ഷേ കളറിൽ മാത്രം മാറ്റം. പക്ഷേ ഈ വർക്കിലും മാറ്റമുണ്ട് കേട്ടോ, ഇതിലും മാറ്റം വരുന്നുണ്ട്. ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്, പിന്നെ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഈ ഡിസൈന് സെയിം തന്നെയാണ് കേട്ടോ. ഈ ഡിസൈൻ സെയിം എന്ന് പറയാൻ പറ്റില്ല, സ്വല്പമൊക്കെ എല്ലാത്തിനും ഡിഫറൻസ് വരുന്നുണ്ട്. സെയിം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒത്തിരി അങ്ങ് അറിയുന്ന ആ ഡിസൈനിലുള്ള മാറ്റങ്ങളും ഇതിനകത്ത് വരുന്നില്ല. മെറ്റീരിയലെല്ലാം സെയിം തന്നെ. ഇതൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. കോഫി ബ്രൗണൊക്കെ അങ്ങനെ കിട്ടാറില്ലായിരുന്നു, ആദ്യമായിട്ടാണ് ഇതും വന്നതും. നല്ലൊരു വൈൻ ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും എങ്ങനെയാണ് വരിക, ലോവർ പോർഷനിലും ഇങ്ങനെ തന്നെ വരുന്നുണ്ട്, പല്ലുവിൽ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. എല്ലാം പുൽക്കാരി തെച്ചിക്കോട്ടയിൽ തന്നെ വന്നിരിക്കുന്നു. ഇതിൻ്റെ ബ്ലൗസ് പീസ് ആ ഡിസൈൻ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ സ്ലീവിൽ ആ വർക്ക് വരുന്നില്ല. അപ്പോൾ ഞാനിതിൻ്റെ ഒത്തിരി കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്കൊരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക. അപ്പോൾ ഒരു കാര്യം ഇവിടെ പറയട്ടെ, ചിലപ്പോൾ ഈ 7 മണിക്ക് ശേഷം ഉള്ള എൻക്വയറീസ് എല്ലാം നോക്കിയെന്ന് വരില്ല. എങ്കിലും കാരണം 7 മണി അതുപോലെ പാതിരാത്രിക്കും എല്ലാം മെസ്സേജസ് വരുന്നുണ്ട്. പിറ്റേ ദിവസം ഒരു 9 മണി ആകുമ്പോൾ മുതൽ എല്ലാ മെസ്സേജസും നോക്കും. ഒരു സ്വല്പം പെൻഡിങ് വന്നാലും എല്ലാത്തിനും റിപ്ലൈ തന്നിരിക്കും. അതുപോലെ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ അയക്കുകയും ചെയ്യും. അതുകൊണ്ടൊരു ടെൻഷൻ വേണ്ട. ഈ ബ്ലൗസിൻ്റെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇത് എല്ലാവർക്കും കറക്റ്റായിട്ട് ചിലപ്പോൾ മെസ്സേജസ് കൊടുക്കാനും, കാരണം ഒരു കാര്യം പറഞ്ഞ് പോയി കഴിയും പിന്നെ അടുത്ത മെസ്സേജ് വരുമ്പോൾ നമുക്ക് ഇച്ചിരി ഈ ആഴ്ച ബ്ലൗസിൻ്റെ ഇട്ടായിരുന്നു, ഞാനൊരു കട്ടോരി കട്ട് ബ്ലൗസ് ഇട്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലൗസും അതുപോലെ എല്ലാം കൂടെ വന്നപ്പോൾ ഒരു സ്വല്പം പെൻഡിങ് വന്നു. റീഡ് ചെയ്യാൻ ഇച്ചിരി താമസിച്ചു. കാരണം എല്ലാവർക്കും ഞങ്ങൾ ചെയ്യുന്നത് ഓരോന്നും അയക്കുമ്പോൾ ഇന്നതാണ് അയക്കുന്നതെന്നുള്ള ഫോട്ടോയും കൂടി അയച്ചു കൊടുത്തിട്ട് മാത്രമാണ് ഒരാളുടെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് സമയം പിടിക്കും. പിന്നെ അവർക്ക് അതിൽ എന്തെങ്കിലും അഡ്രസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടോ, ആ എടുത്തിരിക്കുന്ന മെറ്റീരിയലിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടോ, അതോടെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴി ഇത് അയക്കുന്നത്. അപ്പോൾ അതിന് ഇച്ചിരി സമയം നമുക്ക് പോകുന്നുണ്ട്. എങ്കിലും ആ ഓരോന്നും അത് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അത്രയും സമയവും കൂടെ പോകുന്ന കാരണം ഈ റീഡ് ചെയ്യാനും റിപ്ലൈ കൊടുക്കാനും സ്വല്പം താമസിച്ചാലും ഒട്ടും ഭയം വേണ്ട. പേയ്മെൻറ്റ് ചെയ്തു എന്ന് ഓർത്തുകൊണ്ട് ആ പേയ്മെൻറ്റ് എങ്ങും പോകുന്നില്ല. കറക്റ്റായിട്ട് ആ പേയ്മെൻറ്റ് ചെയ്ത പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിൽ എത്തിക്കോളും. പൂർണ്ണമായിട്ടും അതിന് ഉത്തരവാദിത്വമുണ്ട്. കാരണം ഈ തവണ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ കാരണം ഈ ആഴ്ച ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു, താമസിച്ചു പോയി, ഇത് പോസിബിൾ ആണോ എന്ന് വരെ സംശയിച്ചവർ ഒത്തിരി ഉണ്ട്. അത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാരണം നമ്മളൊരു ഷോപ്പ് തന്നെയാണ്, പക്ഷേ എല്ലാം കറക്റ്റ് നമ്മൾ റിപ്ലൈ കൊടുക്കണം. ഇത് ഈ കളറ് മാറാൻ പാടില്ല. കളറ് നമുക്കറിയാലോ, വീഡിയോയിൽ എടുക്കുമ്പോൾ എത്രമാത്രം ചിലരുടെ ഫോണിൽ ആ കളർ തന്നെ ആവണമെന്നില്ല. കാരണം നമ്മൾ എത്ര ഇത് ചെയ്താലും ചിലപ്പോൾ അത് മാറ്റം വരാം. ആരുടെയും തെറ്റല്ല അത്. പിന്നെ ഇതൊക്കെ ഞാൻ കറക്റ്റായിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എങ്കിലും ഞാനത് ഒന്നോടെ പറയുക കേട്ടോ. 7 മണിക്ക് ശേഷം ഷോപ്പ് അടച്ചതിന് ശേഷം ഒരു 7 മണിക്ക് എന്നാലും ഞാൻ മാക്സിമം ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ പിള്ളേരും അതനുസരിച്ച് കറക്റ്റ് തന്നെ ചെയ്യുന്നുണ്ട്. കാരണം അവരൊരു 6:30 വരെയാണ് നമ്മുടെ ഷോപ്പിലുള്ളൂ. 9 മണി മുതൽ 6:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് പിള്ളേരെല്ലാവരും കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ റിപ്ലൈ തന്നു തന്നെ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പോരായ്മ വന്നെങ്കിൽ ക്ഷമിക്കുക. കാരണം ഞാനിതിൽ പല റിപ്ലൈയും കണ്ടായിരുന്നു. കാരണം ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ല കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ അതിലുണ്ട്. ഈ ബ്ലൗസ് ഇടുമ്പോൾ നമുക്കത്ര കറക്റ്റായിട്ട് എളുപ്പമല്ല. സൈസ് പറയണം, കളറ് പറയണം, ഇതെല്ലാം കറക്റ്റ് വരുമ്പോൾ സമയം പോവും. അതുകൊണ്ടാട്ടോ.